ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അറേബ്യൻ പുഡിംഗാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അറേബ്യൻ പുഡിംഗാണ്. അത് മഹല്ലബിയ, മുഹല്ലബിയ, മലബി എന്നൊക്കെയുള്ള പല പേരിൽ അറിയപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ പുഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ചൈന ഗ്രാസ്, അഗർ അഗർ, ജലാറ്റിൻ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗാണ്. അപ്പോൾ കണ്ടു നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ക്വിക്കായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 500 ml പാലെടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പഞ്ചസാര വേണം. പഞ്ചസാര ഒരു 1/4 കപ്പാണ്. അത് നമുക്ക് പൊടിക്കൊന്നും വേണ്ട. പിന്നെ കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ ഒരു 4 ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ റോസ് വാട്ടർ വേണം. ഇതാണ് ഞാനിവിടെ എടുത്തേക്കുന്ന റോസ് വാട്ടർ. ഇതൊരു 3 ടീസ്പൂണൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റിക്ക്. ഞാനിത് എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സാധനം എന്ന് മനസ്സിലാവത്തുള്ളൂ. ഇത് ക്ലിയർ വാട്ടർ അല്ലേ, അതുകൊണ്ടാട്ടോ കുപ്പിയോട് കൂടി തന്നെ എടുത്ത് വെച്ചത്. പിന്നെ നമുക്ക് വാനില എസൻസ് വേണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയില്ലേ അതും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. നമ്മൾ ഈ പുഡിംഗ് മിക്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും ഈ പഞ്ചസാരയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു കോൺഫ്ലോർ എത്താൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല ലിക്വിഡ് ഫോമിലേക്ക് വരണം. നമുക്ക് തരികളൊന്നും ഇല്ലാത്ത നല്ലൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള പാലില്ലേ അത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ പാലങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ പാലൊന്ന് തിളയ്ക്കട്ടെ. പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കൂട്ടില്ലേ, നമ്മളുടെ പഞ്ചസാരയും കോൺഫ്ലോറും പാലും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം. ഇതൊരു നോമ്പ് സ്പെഷ്യൽ പുഡിംഗ് ആണ് കേട്ടോ. ഈ പുഡിംഗ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നതും നമ്മളൊക്കെ ഉണ്ടാക്കാറുള്ളതും നോമ്പിൻ്റെ സമയത്താണ്. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഇഫ്താർ ഗ്യാതറിങ്ങിന് പോയാലും ഒക്കെ അവിടെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു അറേബ്യൻ പുഡിംഗ് ആണ് ഈ മഹലബിയ. ഇത് ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേ നമുക്ക് അറിയാൻ പറ്റും, അതിങ്ങനെ കുറുകി കുറുകി വരുന്നത് അറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു നമ്മൾ ഒഴിച്ചപ്പോഴത്തേനും ലിക്വിഡ് ഫോമിലായിരുന്നില്ലേ, അപ്പോൾ ഇതിന് കുറച്ച് കട്ടി കൂടി വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് വാനില എസൻസും റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ കട്ടിയാവുന്ന അല്ലെങ്കിൽ ഫുൾ സെറ്റ് ആവുന്ന പുഡിംഗ് അല്ല, ഇതൊരു സെമി സെറ്റ് പുഡിംഗ് ആണ്. ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂണൊക്കെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ റോസ് വാട്ടറിൻ്റെ ഫ്ലേവറൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുന്നത്. ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസിൻ്റെ ഫ്ലേവർ അത്രയും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ കുറച്ച് ഡ്രോപ്സോ അങ്ങനെയായിട്ട് ആഡ് ചെയ്താലും ഒക്കെ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയും ഇൻഗ്രീഡിയൻസും ഇത്രയും കാര്യങ്ങളും ഒക്കെ ചെയ്താലും മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം അറിയോ, നമ്മൾ സാധാരണ ഏത് പുഡിംഗ് ഉണ്ടാക്കിയാലും അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തായാലും കുറേ നേരം എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 6 hours 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എങ്കിലും മാത്രമേ അത് സെറ്റായി കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പുഡിംഗ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത് സെറ്റായി കിട്ടും. അതിന് റൂം ടെമ്പറേച്ചർ ആയാലും മതി. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും 1 hourൽ കൂടുതലൊന്നും ആവശ്യമേ ഇല്ല ഇത് സെറ്റ് ആവാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സെമി സെറ്റ് പുഡിംഗ് ആണ്, അങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റ് ആവുന്ന ല്ല. ഒരുപാട് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഞാനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, അപ്പം ഞാൻ ഒരുപാട് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെളിയിൽ വെച്ച് കപ്പൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരുന്ന സമയമാകുമ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറുമല്ലോ. ആ സമയത്ത് നമ്മൾ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വേറെ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നുമായിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് വേറെ എസൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഓതൻറ്റിക് മഹലബിയ പുഡിങ്ങിൽ വേറെ എസൻസ് ഒന്നും ഇല്ല. ഈ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും, ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഫ്ലേവർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെയോ പൈനാപ്പിളിൻ്റെയോ അതിൻ്റെയൊക്കെ ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ആകുമ്പം ഉറപ്പായിട്ടും ടേസ്റ്റ് കുറച്ച് വ്യത്യാസം വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് വാട്ടർ മാത്രമാണ് അഡീഷണൽ
ഓപ്ഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതാണ് മഹലബിയുടെ ഓതന്റിക് ആയിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നതും. ഇതിന്റെ പേര് കേൾക്കുമ്പോഴത്തേനും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും സംഭവം സിമ്പിൾ ആട്ടോ. ഞാനിപ്പോൾ ഇതിൽ വേറെ ലെയറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഇഫ്താർ ഗ്യാതറിങ്ങിനോ അല്ലെങ്കിൽ ഒരു ബുഫേക്കൊക്കെ പോകുന്ന സമയത്തെല്ലാം ഈ പുഡിങ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് വീട്ടിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ നോമ്പിന്. എന്നിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നും കൂടെ പറയണേ. ശരിക്കും ഒരു 1 hour കൊണ്ട് തന്നെ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അന്നേരം എടുക്കാൻ പറ്റാഞ്ഞിരുന്നു. ഞാൻ കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ പിന്നെ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ വെച്ചിരുന്ന 4 കപ്പിൽ 1 കപ്പ് വാനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചെറിയ ആളിങ്ങനെ ടേസ്റ്റ് നോക്കാൻ വന്ന് 1 കപ്പ് അങ്ങനെ പോയി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്റ്റാഷ്യോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് പൊടിച്ച് നല്ലപോലെ പൗഡറാക്കി ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പീസാക്കിയൊക്കെ ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ പൊടിച്ചിട്ടൊന്നുമില്ല. കുറച്ച് വലിപ്പമുള്ള പീസസാണ്. കാരണം കുട്ടികൾ കഴിക്കുമ്പോഴത്തേനും അവർക്കിത് ചിലപ്പം എടുത്ത് മാറ്റും. അപ്പം ഒരുപാട് കുഞ്ഞ് പൊടിയായിട്ടാണെങ്കിൽ അതിനകത്തോട്ടങ്ങ് അലിഞ്ഞങ്ങ് ചേരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പീസാക്കി ഇട്ടേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിത് എങ്ങനെ വേണം എന്നുള്ളത്. ഗാർണിഷ് ചെയ്യുന്നതൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. കാണുന്നില്ലേ ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ? എനിക്ക് പൊതുവേ പുഡിങ്സ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് കാണുമ്പോഴത്തേക്കിനും കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളി സെറ്റ് ആവുന്ന അങ്ങനത്തെ ഒരു പുഡിങ് തന്നെ ആവണം എന്നില്ല. സെമി സെറ്റ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ കട്ട കെട്ടാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പുഡിങ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് സ്പൂണിലെടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്താൽ അതിങ്ങനെ ഇളകും, ഇങ്ങനെ ഗ്ലും ഗ്ലും എന്നിങ്ങനെ ഇളകും. അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ടെക്സ്ചർ. അപ്പം മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആ 3 കാര്യങ്ങളേ ഉള്ളൂ: പാലും പഞ്ചസാരയും കോൺഫ്ലോറും. ഈസി പുഡിങ് റെഡി ആയില്ലേ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. പിന്നെ നോമ്പ് വരുന്നു. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഈ 30 ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന, അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ. ഞാൻ ഇതിൽ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഫോളോ ചെയ്താൽ ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ അറബിക് പുഡിംഗ് കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ഇത് മുൻപ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.